പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. അഡാജൻ കേരള അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുക. ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷനെ, അഡാജൻ കേരള അസോസിയേഷനെ മുന്നിൽ നിന്ന് നയിക്കുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ചന്തുവിനെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ബൊക്കെ നൽകി സ്വീകരിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് ടി കെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് സൂറത്ത് സിറ്റിയിലെ ക്രമസമാധാന പാലനത്തിന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മലയാളികളുടെ അഭിമാനമായ സൂറത്ത് സിറ്റി മഹിളാ സെല്ലിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മാഡം മിനി ജോസഫ് GPS. മാഡത്തിനെ അഡാജൻ കേരള അസോസിയേഷന്റെ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഞാനും പ്രസിഡന്റും കൂടി മാഡത്തിനെ ക്ഷണിക്കാനായിട്ട് ഓഫീസിൽ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടെ കേട്ടിരിക്കുകയും ചെയ്തു. അതിനുശേഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അതിഥിയായതിന് മാഡത്തിന് നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഇവിടെ നമ്മുടെ അതിഥിയായിട്ട് ഏറ്റിരുന്നത് ഫെഡറൽ ബാങ്കിന്റെ സോണൽ മാനേജർ ശ്രീ പ്രദീപ് കുമാർ സാറിനെയാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് തുടക്കം മുതൽ ഇതുവരെ അസോസിയേഷന്റെ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകുകയും സഹയാത്രികനും സർഗം പ്രൊജക്ട് മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ രാജകുമാർ യാനി സാറിനെയാണ്. ശ്രീ രാജേന്ദ്രകുമാർ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുക. അദ്ദേഹത്തെ ബുക്ക് നൽകി സ്വീകരിക്കുന്നതിനായി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ പ്രസാദ് വയലാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചിട്ടുള്ളത് സൂറത്തിലെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനം എന്നും അഡാജൻ കേരള അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന വ്യക്തിയും ഹജറയിൽ പ്രവർത്തിക്കുന്ന പ്രൈം കെയർ ഹോസ്പിറ്റലിന്റെ പ്രസിഡന്റുമായ ശ്രീ സഞ്ജയ് ഇഴവ അവർകളെയാണ്. ശ്രീ സഞ്ജയ് ജി വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ നൽകി സ്വീകരിക്കുന്നത് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ശശികുമാർ നായർ. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ സമയബന്ധിതമായി ഏകോപിപ്പിക്കുകയും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ആദരണീയനായ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിൻസെന്റ് ലാസറിനെയാണ്. ശ്രീ വിൻസെന്റ് ലാസറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
ബുക്കെ നൽകി സ്വീകരിക്കുന്നത് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ഗോപി നായർ. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അസോസിയേഷന്റെ വരവ് ചിലവ് കണക്കുകൾ കൃത്യതയോടെയും സുതാര്യമായും കൈകാര്യം ചെയ്യുന്ന ട്രഷറർ ശ്രീ മധു കെ പിള്ളയാണ്. ശ്രീ മധു കെ പിള്ളയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബുക്കെ നൽകി സ്വീകരിക്കുന്നതിനായി ജോയിന്റ് ട്രഷറർ ശ്രീ അരുൺ ദീപുവിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ബഹുമാനിയായ SCP മിനി ജോസഫ് മാഡത്തിനെ മെമന്റോ നൽകി ആദരിക്കുന്നതിനായി പ്രസിഡന്റ്, സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്നിവരെ ക്ഷണിക്കുന്നു. ഇനി പൊതുസമ്മേളനത്തിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനായി അധ്യക്ഷന് മൈക്ക് കൈമാറുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ചന്ദ്രേഷ്. മാന്യ ശ്വാസിന്റെ നമസ്കാരം. അടാജൻ കേരള അസോസിയേഷന്റെ 16ാമത് ഓണാഘോഷം നടക്കുന്ന വേളയിൽ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവരോടും തന്നെ അതിയായ കടപ്പാടും സ്നേഹവും ഞങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കാരണം അടാജൻ അസോസിയേഷന്റെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം സപ്പോർട്ടും സഹായവും നൽകി പോന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒരു അധ്യാപികയിൽ നിന്നും പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ പദവിയിലേക്ക് എത്തിയിട്ടുള്ള മിനി മാഡമാണ്. മിനി മാഡത്തിനും ഞാൻ എൻ്റെ പേരിൽ ഞാൻ നന്ദിയും കടപ്പാടും അറിയിച്ചുള്ളതാണ്. അടുത്തതായിട്ട് നമ്മുടെ അതിഥി എന്ന് പറയാൻ വെക്കില്ല, സഞ്ജയ് ഭായി, അതുപോലെ തന്നെ രാജേന്ദ്രകുമാർ യാനി സാർ. കാരണം അവർ നമ്മുടെ അതിഥികളല്ല, അടാജൻ കേരള അസോസിയേഷന്റെ കാരണസ്ഥാനത്തുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. കാരണം അസോസിയേഷന്റെ 16 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതലധികം സഹായങ്ങളും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അവർ. അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള എല്ലാവരും തന്നെ ഞങ്ങൾക്ക് അതിയായ സഹായ സഹകരണങ്ങൾ തന്നിട്ടുള്ളവരാണ്. നിങ്ങളുടെ ഏവരെയും സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും ഈ അടാജൻ അസോസിയേഷന്റെ കൂടെ നിങ്ങൾ ഇപ്പോൾ കാലത്തും ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഗുഡ് ഈവനിങ്. ഇത്ര ടെൻഷൻ എനിക്ക് ഇന്റർവ്യൂവിലില്ലായിരുന്നു. എനിക്ക് മലയാളം മാത്രം പിടുത്തമില്ല. मैं इससे अच्छा हिंदी बहुत अच्छा बोल लेती हूँ. आई थिंक हिंदी समझ में आता है सबको? नहीं आता? हाँ, तो अडाजन केरला एसोसिएशन के जो ओणम त्यौहार जो आप लोग मना रहे हैं उसमें मुझे इनविटेशन दिया, उसके लिए मैं शुक्रगुजार हूँ. और क्या कहूँ, मुझे समझ में नहीं आ रहा. मैं भाषण देना नहीं जानती, पढ़ाना जानती हूँ. और आई थिंक अभी पढ़ने के मूड में कोई नहीं होगा. तो पुलिस के तौर पर मैं लॉस पढ़ाती हूँ. बच्चों को क्या करना चाहिए, बड़ों को क्या करना चाहिए, बच्चियों को क्या करना चाहिए, माता पिता को क्या करना चाहिए, ये सब मैं पढ़ाती हूँ, ये समझाती हूँ. लेकिन एक संभाषणम एक वो मैं नहीं कर सकती. फिर भी मुझे ये इस बात का हमेशा अभिमान रहा है कि मैं उस कम्युनिटी से हूँ जहाँ पे बच्चे सबसे ज़्यादा डिसिप्लिन है. मैं उस कम्युनिटी से हूँ जहाँ पे सबसे ज़्यादा एजुकेशंस है.
मैं उस कम्युनिटी से हूँ जो कम्युनिटी जहाँ पे भी जाती है वो अपना ट्रेडिशन कभी नहीं भूलती, अपने ट्रेडिशंस को साथ लेके चलती है और हाँ अपना प्रेजेंस सबको दिखा देती है कि यहाँ पे अन्ना भाई है, लुंगी मास्टर है और लुंगी की छाप छोड़ जाता है और उसका मुझे बहुत गर्व है। हम इसी तरह हर जगह पे अपनी कम्युनिटी अपनी ट्रेडिशन लेके चलेंगे तो हमें कोई नहीं मिटा सकता, ये मैं बहुत भरोसे के साथ कह सकती हूँ। और मैं उस कम्युनिटी से हूँ जिस पे अपने गांव अपने नेटिव से बहुत दूर होकर भी वहाँ के बच्चे उस ट्रेडिशन को जानते हैं, वो सारे त्योहार किस तरह से मनाते हैं उनको पता होता है। माँ बाप हमेशा इस कोशिश में रहते हैं कि हमारे गांव या हमारे नेटिव से वो लोग जुड़े रहे किसी भी तरह से, या आप साल में एक बार जाओ 2 साल में एक बार जाओ, लेकिन यहाँ पे एक समाज जहाँ पे भी हम लोग हैं वो समाज इकट्ठा होकर उस ट्रेडिशन को मना रहे हैं, ये बहुत बड़ी बात है, बहुत हिम्मत की बात है। मैंने देखा हम लोग शायद आप लोगों के फंक्शंस में क्या कहते हैं ये सारे, सॉरी आपको मैं सॉरी बोल देती हूँ, हम लोग आपके जो फंक्शन था जो कल्चरल फंक्शन में हम लोगों ने बाधा डाली ऐसा मुझे लगा। और एक ट्रबल शूटर, जब तक ये टेबल सब नहीं लगता, एक ट्रबल शूटर आकर यहाँ बच्चे ने गाया, वो बहुत बड़ी बात है। एकदम से आना, स्टेज पर आकर इतने लोगों के सामने गाना, उसे जैसा भी आता है वो बहुत बड़ी बात है, उसके लिए थैंक यू। तो ये ट्रेडिशन है कि जैसा भी आता है जितना भी आता है उसको पकड़ के रखो, उसको दिखाओ, और मैं उस कम्युनिटी से हूँ इसलिए मुझे गर्व है। आप लोग इसी तरह हर त्योहार मनाएं, मेरी शुभेच्छा आप लोगों के साथ है। थैंक यू। താങ്ക് യു മാഡം. അടുത്തതായിട്ട് അസോസിയേഷന്റെ പ്രവൃത്തി വിവരണത്തിന് വേണ്ടി ബൈജു ത്യാഗരാജനെ ക്ഷണിച്ചോളുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടാജൻ കേരള അസോസിയേഷൻ കഴിഞ്ഞ 17 വർഷക്കാലമായി സൂറത്തിലെ മലയാളി സുഹൃത്തുക്കൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 17 വർഷത്തെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും നല്ല പോലുള്ള ഒരു സഹായം കൊണ്ട് മാത്രമാണ്. അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാണ്. നമ്മൾ ഈ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് എല്ലാവരുമായിട്ടും ഒത്തുകൂടുന്നതിന് മാത്രമല്ല, ഈ ഓണാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഓണാഘോഷത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഭവന സന്ദർശനം നടത്തുകയും എല്ലാവരും സംഭാവനകൾ നൽകുകയും ചെയ്യും. ഇത് ഒരു ഓണാഘോഷത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ളതല്ല. നമ്മുടെ ഇടയിൽ മലയാളികളുടെ ഇടയിൽ ഒരുപാട് സഹായം ആവശ്യമായിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടിയാണ് ഈ ഓണാഘോഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അസോസിയേഷൻ അടജനിൽ മാത്രമല്ല, അടജന് പുറത്ത് ഉള്ള മലയാളികൾക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്യുകയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അടജൻ കേരള അസോസിയേഷനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാലകശക്തിയായിട്ടുള്ളത് ഈ ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത സമയത്ത് തന്നെ ഒരു മലയാളി സുഹൃത്തിന്റെ ഒരു രോഗാതുരനായിട്ട് ഒരു ആശുപത്രി കേസ് വരികയും വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അസോസിയേഷന്റെ ഫണ്ട് തികയാതെ വന്ന സമയത്ത് നമ്മൾ ഇവിടെയുള്ള മലയാളികളോട്, നല്ലവരായ സുഹൃത്തുക്കളോട് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും വളരെ നല്ല രീതിയിൽ അതിനെ സഹായിക്കുകയും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യും. വ്യക്തികൾ മാത്രമല്ല, സൂറത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ, സാമുദായിക സംഘടനകൾ, നായർ വെൽഫെയർ അസോസിയേഷൻ, ശ്രീനാരായണ കൾച്ചറൽ അസോസിയേഷൻ, കേരള കാത്തലിക് അസോസിയേഷൻ എന്നീ സാമുദായിക സംഘടനകളും
കേരള കലാസമിതി, അതുപോലെ തന്നെ ബെസ്താൻ മലയാളി കൂട്ടായ്മ എന്നീ സംഘടനകളും അഡാജൻ കേരള അസോസിയേഷന്റെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ടും നമ്മളോടൊപ്പം ആ ദൗത്യത്തിൽ പങ്കുചേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സംഘടനകൾ വളരെ അത്യാവശ്യമാണ്. സംഘടനകളുടെ നിലനിൽപ്പ് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ സംഘടനകൾ ഒരുപാട് കൂടുന്തോറും അത് മലയാളികൾക്ക് തന്നെ ഒരുപാട് സഹായവും അതിൽ ലഭിക്കുന്നു. അതുകൊണ്ട് സംഘടനകളുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അഡാജൻ കേരള അസോസിയേഷന്റെ ചാലകശക്തിയായിട്ട് നിങ്ങൾ ഓരോരുത്തരോടത്തോളം കാലം അഡാജൻ കേരള അസോസിയേഷൻ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യും. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഒരുപാട് പരിപാടികൾ നടത്താൻ ബാക്കിയുണ്ട്, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ശ്രീ സഞ്ജയ് ഭായ് ഈഴവേ ക്ഷണിച്ചു. ഗുഡ് ഈവനിങ്. എല്ലാവരും ഉറക്കത്തിലും കൂടാനും തോന്നല്ലോ. ഗുഡ് ഈവനിങ്. ഒരു ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഈ അടുത്ത സമയത്ത് കഴിച്ചതിൽ വെച്ച് നല്ലൊരു ഭക്ഷണമായിരുന്നു. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു സദ്യയായിട്ട് ഇവിടുത്തെ കഴിച്ചതിനകത്തിൽ അങ്ങനെ അഭിപ്രായ ആർക്കെങ്കിലും ഉണ്ടല്ലോ അല്ലേ? നല്ല അഭിപ്രായമായിരുന്നു. ഇന്നത്തെ ഫുഡിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിച്ചു. എല്ലാവരും നല്ല പായസവും എല്ലാം നല്ല സുന്ദരമായിരുന്നു. തൃപ്തിയായി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ്. എല്ലാവരും എഗ്രി അല്ലേ? ഓക്കെ. എന്തായാലും ഒരു ജ്യൂസ് ഇല്ലല്ലോ എല്ലാവർക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ചന്തുഭായ്, ജനറൽ സെക്രട്ടറി വിൻസൽ അൻസർ സാർ, ട്രഷറർ മധു കെ പിള്ള സാർ, അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ്, എൻ്റെ സുഹൃത്തുക്കളോ സഹോദരി സഹോദരന്മാർ, അഡാജൻ കേരള അസോസിയേഷൻ കഴിഞ്ഞ 16 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ സൂറത്തിലോ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മലയാളികൾക്കും സഹായം എത്തിക്കുന്നതിൽ വളരെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നു. അവരുടെ കർത്തവ്യം ചെയ്തു ചാരിറ്റി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഗ്രൂപ്പുകളിൽ ഞാൻ എല്ലാ ഇതുപോലുള്ള സാഹചര്യങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെ ഞാൻ ഗ്രൂപ്പുകളിൽ നോക്കാറുണ്ട്, കാണാറുണ്ട്. എവിടെ സൂറത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെ ആർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും അഡാജൻ കേരള അസോസിയേഷൻ മുൻപന്തിയിൽ തന്നെ നിൽപ്പുണ്ട്. ആ ഒരു സഹായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡാജൻ അസോസിയേഷൻ്റെ എല്ലാ ചുണകുട്ടന്മാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരു അഭിനന്ദനം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതുപോലെ കേരളത്തിലെ ഫ്ലഡ് ഉണ്ടായ സമയത്തും ഇവിടെ ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായ സമയത്തായാലും ഇവിടെ ഗുജറാത്തിലെ ഫ്ലഡ് ഉണ്ടായ സമയത്തും സൂറത്തിലെ ഫ്ലഡുള്ള സമയത്ത് അങ്ങനെ വളരെയേറെ നല്ല രീതിയിൽ നമ്മളൊരു പ്രകടനം കാഴ്ചവെച്ചു. എല്ലാവർക്കും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു, പല ചാരിറ്റി കാര്യങ്ങളും ചെയ്തു. സിസ്റ്റം നമ്മുടെ ഇവിടുത്തെ സർക്കാരിൽ നിന്ന് തന്നെ അഭിനന്ദനങ്ങളും നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന അഡാജൻ അസോസിയേഷന് ഇനിയും ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ ടീമിനോടൊപ്പം നിൽക്കണമെന്നാണ് എൻ്റെ പുതിയ അഭ്യർത്ഥന. എങ്കിലേ നമുക്ക് ഇനിയും ഇതുപോലെ 16 വരെ 32 പിന്നെ 56 ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കാണത്തില്ലേ കൂടെ? ആരും കാണത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. കാണും അല്ലേ? അപ്പോൾ വൈകിട്ട് ഇനിയും ഊണുണ്ടോ താഴെ? ഇനി വൈകിട്ട് ഒരു ഊണും കൂടെ ഉണ്ട്. അത്താഴം കൂടെ കഴിച്ചിട്ട് വേണം പോകേണ്ട. അതുകൊണ്ട് അല്പം ഒരു എനർജി യൂസ് ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ സൂറത്തിൽ നമ്മൾ അജിര വിസ്താരത്തിലെ പ്രൈം കെയർ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി മലയാളികൾ ഇതുവരെ അവിടെ ട്രീറ്റ്മെൻറ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു വർഷത്തിനകത്ത് 6000-ഓളം പേഷ്യൻ്റാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ എടുത്തിട്ടുള്ളത്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ICU, OT, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഒത്തിരി മലയാളികൾ എത്തിയിട്ടുണ്ട്. ബാച്ചിലറായിട്ടുള്ളവർ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന് പെട്ടെന്ന് തന്നെ അസുഖം പിടിച്ചവരും ഉണ്ടായിട്ടുണ്ട്. ആരും അവർക്ക് പരിചയമില്ലാത്തവർ പോലും അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് മേടിച്ചിട്ടുണ്ട്. മറ്റു മലയാളികളെ അറിയത്തില്ലാത്തവർ പോലും ഉണ്ടായിരുന്നു. അങ്ങനെ പല പല ആളുകളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അഡാജൻ അസോസിയേഷനെ ഒരേ അഭ്യർത്ഥനയാണ്,
ആർക്കെങ്കിലും എവിടെയെങ്കിലും നമുക്ക് സൂറത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് അവർക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈം കെയർ ഹോസ്പിറ്റലിൽ എപ്പോഴും വേണമെങ്കിലും പറഞ്ഞാൽ മതി. ആംബുലൻസ് വിട്ടുതരാം, ആംബുലൻസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം, ICU എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഏത് ആളുകൾക്കും നമുക്കവിടെ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ സൂറത്തിൽ കിട്ടുന്ന അതേ ട്രീറ്റ്മെൻറ്റ് നമുക്കവിടെ ചെയ്യാൻ പറ്റും. എല്ലാ ഡോക്ടേഴ്സും സൂറത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. MD ഫിസിഷ്യനായാലും ഗൈനക്കോളജിസ്റ്റ് ആയാലും ഓർത്തോപെഡിക് ആയാലും ഏത് ഡോക്ടർമാരും സൂറത്തിൽ നിന്നാണ് വരുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് നമ്മളിത് ഹോസ്പിറ്റൽ നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ അവിടെയും ചെയ്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. ആർക്ക് എപ്പോൾ ആവശ്യം ഉണ്ടായാലും ജസ്റ്റ് ഒരു ഫോൺ കോൾ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അസോസിയേഷൻ്റെ ഏതെങ്കിലും ഒരു ഭാവരോഗിയെ കണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് ഈ ഫെസിലിറ്റി ചെയ്തു കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ കൊച്ചു കലാകാരന്മാരിവിടെ വളരെ വിശദമായിട്ടും വളരെ സുന്ദരമായിട്ടും പാട്ട് പാടുകയും തിരുവാതിര ആസ്വദിക്കുകയൊക്കെ നമ്മൾ ഒത്തിരി നേരം ചെയ്തു. അവർക്കും വേണ്ടി ഒരു പ്രത്യേകം ഒരു ക്ലാപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ മറുനാട്ടിൽ വന്നിട്ടും കേരളം പോലെ തന്നെ ആ ഒരു പ്രതീതി നമുക്ക് ഇവിടെ തരികയാണ്. പട്ടേൽ പ്രഗതി മണ്ഡല വാർഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ കേരളമാണല്ലോ, നമ്മൾ കേരളത്തിൽ ഇരിക്കുന്നല്ലോ എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി തന്നത് ആ കൊച്ചു കുട്ടികളും നമ്മുടെ തിരുവാതിര നടത്തിയ സഹോദരി സഹോദരന്മാരൊക്കെയാണ്. അപ്പോൾ ഇനിയും ഒത്തിരി പേര് മുന്നോട്ട് വരിക. അതുപോലെ മേഡത്തിനോടൊരു അഭ്യർത്ഥന ഉള്ളത്, നമ്മളുടെ കൊച്ചു കുട്ടികൾക്ക് കരിയറിന് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ഒത്തിരിയും ഗൈഡ് ലൈൻസിൻ്റെ ആവശ്യങ്ങളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഏത് ലൈനിൽ പോകണം, എങ്ങനെ ഒരു GPS ലെവലിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് പല പല സംശയങ്ങളുണ്ടാകാം. അപ്പം ഒരു ദിവസം എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, അസോസിയേഷൻ്റെ കൂടി ഒരു അഭ്യർത്ഥനയാണ്, ഒരു ദിവസം ഏതെങ്കിലും ഒരു വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ ഹോളിഡേയുടെ ദിവസത്തിലോ ഏതെങ്കിലും ഒരു ക്ലാസ്, ഒരു സെമിനാർ പോലെയോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് പോലെയോ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, മാഡം ഓൾറെഡി നല്ലൊരു സ്പീച്ചാണ് ഇവിടെ നമുക്ക് തന്നത്, അപ്പോൾ ഒരു ടീച്ചറും കൂടെയാണ്. അപ്പോൾ പിന്നെ ആ ഒരു നമുക്ക് ഗൈഡ് ലൈൻസ് തരാൻ വേണ്ടിയുള്ള എല്ലാ നോളജും മാഡത്തിനുണ്ട്. ആ മാഡത്തിൻ്റെ ആ നോളജ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരു വർക്ക്ഷോപ്പ് നമുക്ക് ഹൗ ടു ചൂസ് അവർ കരിയർ, മുമ്പോട്ടുള്ള കരിയർ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, അതിൽ ഒരു വർക്ക്ഷോപ്പ് നമുക്ക് നടത്താനെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കത് വളരെ പ്രയോജനപ്പെടും. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് സ്വീകരിക്കാൻ അഡാജൻ അസോസിയേഷനോടും എൻ്റെ മേഡത്തിനോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുക, നമുക്ക് വളരെ പ്രയോജനപ്പെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ വിഷസ്, ഹാപ്പി ഓണം. വീണ്ടും അടുത്ത വർഷം നല്ലൊരു അടിപൊളി സദ്യയൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സഞ്ജയ് ഭായ്. അടുത്തായിട്ട് രാജേന്ദ്രകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഡാജൻ കേരള അസോസിയേഷൻ്റെ നിറവാർന്ന ഓണാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഈ സാംസ്കാരിക സായം സന്ധ്യയുടെ അധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ ചന്തു അവർകൾ, വേദി അലങ്കരിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സമാജം സാരഥികളെ, മറുനാട്ടിലും മലയാള നാടിൻ്റെ മഹോത്സവം ആസ്വദിക്കുവാൻ അണിചേർന്നിരിക്കുന്ന സൂറത്തിലെ പ്രബുദ്ധരായ മറുനാടൻ മലയാളികളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിനീതമായ നമസ്കാരം. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സേവന പ്രവർത്തന മണ്ഡലങ്ങളിൽ പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യവുമായി അഡാജൻ കേരള അസോസിയേഷൻ നിറഞ്ഞ സാന്നിധ്യമായി നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളുമായി അനുദിനം വളരുകയാണ്. വിഭവസമൃദ്ധമായ സദ്യയും വിവിധ കലാകായിക പരിപാടികളുമായി ഈ ഓണാഘോഷം അണിയിച്ചൊരുക്കുവാൻ പ്രയത്നിച്ച ഈ പ്രസ്ഥാനത്തിലെ എല്ലാ കർമ്മസാരഥികളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രജാവത്സലനായ മഹാബലി തമ്പുരാൻ്റെ സൽഭരണത്തിനോർമ്മ പുതുക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ ഇവിടെ സംഗമിച്ചിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹസമ്പൂർണവും ഐശ്വര്യ സമൃദ്ധവുമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രാജേന്ദ്ര ഭായ്.
അടുത്തതായിട്ട് മറുപടി പ്രസംഗത്തിന് വേണ്ടി അടജൻ കേരള അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വിൻസെൻ്റ് ലാസർ. പ്രിയ സൂറത്തിലെ മലയാളി സുഹൃത്തുക്കളെ, എനിക്കിപ്പോൾ നിങ്ങൾക്കൊരു ഓണാശംസ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാവരും തന്നെ സംഘടനയുടെ പ്രവർത്തനത്തെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാഡം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒത്തിരി തിരക്കിനിൽ ഇവിടെ വന്ന് നല്ലൊരു മെസ്സേജ് നമുക്ക് നൽകിയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 16 വർഷം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ തരുന്ന അംഗീകാരത്തിന് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ ഇടയിൽ സൂറത്തിലെ എല്ലായിടത്തും അജിര മുതൽ സൂറത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്നും ഞങ്ങൾ എത്തിച്ചേരുന്നു. ഞങ്ങളുടെ 20 പേരടങ്ങുന്ന പ്രവർത്തകരാണ്. ഈ 20 പേരും അജിര, പിപ്പളോട്, സച്ചിൻ എന്നീ സ്ഥലങ്ങളിലുള്ളവരാണ് കൂടുതലും. എല്ലാവരുമുണ്ട്. എല്ലാവരും അല്ല, അടജനിലുള്ള പ്രവർത്തകർ മാത്രമല്ല. ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അടജൻ കേരള അസോസിയേഷൻ അടജനിൽ മാത്രമുള്ളവരും അടജനിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. സൂറത്തിലെ എല്ലായിടയിലും സൂറത്തിൽ ഏതൊരു മലയാളിക്ക് എവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ എല്ലാം ഞങ്ങൾ കഴിയുന്ന രീതിയിൽ മറ്റുള്ള സംഘടനകളോട് കൈ കോർത്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മറ്റുള്ള സംഘടനാ പ്രതിനിധികൾ ഒത്തിരി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു വിൻസെൻ്റ്. അടുത്തതായിട്ട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മധു കെ പിള്ള. മധുവൈ. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി കൃതജ്ഞത മാത്രമാണ് അറിയിക്കാനുള്ളത്. ഈ അവസരത്തിൽ ആദ്യമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തുകയും നമ്മുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്ത മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട മാഡം മിനി ജോസഫ് GPS അവർക്ക് അടാജൻ അസോസിയേഷൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിയുകയും പ്രഭാഷണം നടത്തുകയും ചെയ്ത രാജേന്ദ്രകുമാർ യാനി അവർകൾ, സഞ്ജയ് ഇഴവ അവർകൾക്കും ഈ അവസരത്തിൽ അടാജൻ കേരള അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമുക്കെല്ലാവർക്കും ഒരു വിഭവസമർത്ഥമായ ഓണസദ്യ ഒരുക്കി തന്ന ഗോപിബായി അവർകൾക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അടുത്തതായി കായിക കലാമത്സരങ്ങളിൽ പങ്കെടുത്ത അസോസിയേഷൻ്റെ ഈ വേദിയിൽ ഓരോ നല്ല പരിപാടികളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഈ അവസരത്തിൽ അടാജൻ കേരള അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഓണാഘോഷം നടത്തുന്നതിനായി ഇത്രയും സൗകര്യം ഒരുക്കി തന്ന ഈ ഓഡിറ്റോറിയം ഒരുക്കി തന്ന പട്ടേൽ പ്രകൃതി മണ്ഡലിനോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ പരിപാടിയുടെ അതിമനോഹരമായ ശബ്ദവും വെളിച്ചവും നൽകി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് സിസ്റ്റം ഉടമ ശ്രീ ശൈലേഷ് ഭായിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടാജൻ കേരള അസോസിയേഷൻ്റെ പൊന്നോണം 2023 സുവനീർ പ്രകാശനത്തിന് വേണ്ടി പരസ്യങ്ങൾ നിന്ന് സഹായിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും, അതേപോലെ ഈ സുവനീർ അതിമനോഹരമായി പ്രിൻ്റ് ചെയ്തു തന്ന റോയൽ ഗ്രാഫിക് ഉടമ ശൈലേഷ് ഭായിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമ്മുടെ ഓരോ പ്രോഗ്രാമും ആദ്യ അവസാനം മുതൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സദസ്സിലെ ഓരോ വ്യക്തിത്വത്തിനും അടാജൻ അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഓണാഘോഷത്തിൻ്റെ വിജയത്തിനായി മാസങ്ങളോളം അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അടാജൻ കേരള അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ സമയങ്ങളിൽ നമ്മളെ സഹായിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ നന്ദി പ്രമേയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മധുബായി.
അതുപോലെ തന്നെ ഇന്നത്തെ ഈ പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അതിനു മുന്നായിട്ട് ഇന്ന് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കിയപ്പോൾ ആ സദ്യയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒട്ടനവധി മഹിളകൾ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം ആഹാരം വിളമ്പാൻ വേണ്ടി മുന്നിട്ട് വന്നത് ഈ മഹിളകൾക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ പൊതുസമ്മേളനം പിരിച്ചുവിടുകയാണ്. നന്ദി, നമസ്കാരം. ചൊല്ലുന്നതല്ലിവൻ കജ്ജുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാനേലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിലി പോലൊരു മാനൻ. ഇതൊക്കെ എന്ത് തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. 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 ആവോ ദാമാരോ നാലാട് കൂടണല്ലോ. ആവോ ദാമാരോ അളകെ ചുറ്റണല്ലോ. ആവോ ദാമാരോ അളകെ കൂടിയിട്ട്. ആവോ ദാമാരോ കുളി കൂടണല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ആവോ ദാമാരോ പിണ്ടിയൊടിച്ചു വന്നേ. ആവോ ദാമാരോ പിണ്ടിയും കുത്തിയല്ലോ. ആവോ ദാമാരോ തിരികത്തുന്നല്ലോ. ആവോ ദാമാരോ ലോകത്തിൻ പൊൻവിളക്കേ. എന്താ ഇതെല്ലാരും വീക്ഷിക്കണേ? ചുമ്മാ ഒരു നമ്പർ ഇറക്കിയല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ. സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിലുള്ള പ്രതി ആടുതോമ ആടുതോമ ആടുതോമ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ൊരാകാശക്കാവിലിന്ന് കനൽ മിന്നൽ കാറ്റിരമ്പ് ചിതറുന്താ. അവിടെയും പുകചെന്തും മണിമുറ്റത്തമ്മാനം കളിയാടും കാവടിതൻ കുംഭമേളം. കബഡി ആരാടാ പടക്കം പൊട്ടിച്ച? മൂസ, CID മൂസ. I have wah wah. Now check it out, yo. Wah wah. I break it down. Yeah yeah. Now check it out, yo. Wah wah. Check it out, yeah. പാടി മുങ്ങി ഓടി ഒരു മൂടനായ പാട്ടുകടുവേ വീട്ടകാടി. അമ്പു കൊണ്ടു കൊമ്പു കുതിരണ പമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ന പൊറിഞ്ഞിടിത. ആഴച്ചാലായാലും ആകാശം കാണുന്ന അങ്ങാടി ചിന്താനും പുതിയൊരു പുനയിൽ കുടുകൊടു ചടുകൊടു എടുപരി പറയാ.
മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്കപ്പൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? ഒരു നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കണം. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കണം. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? मस्ती मेरे कुश्ती मेरे मस्ती मेरे कुश्ती मेरे मस्ती मेरे कुश्ती मेरे मस्ती मस्ती जैस ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, മൂൺ വാക്കുമില്ലടാ, സ്റ്റാറും അല്ലടാ, ഒന്നുമല്ലടാ, നാട്ടാരെ നാട്ടിൽ ഞാൻ രാജാ മതാരെ മജാനെ പാട്ടിന് ഡാൻസ് കളി. ഈ ഓണത്തിന് നമുക്ക് ഹോളിഡേ ആയിരിക്കും അല്ലേ? നോ, നമ്മൾ ഗുജറാത്തി കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. അതെന്തത്? ഞാൻ ലീവ് എടുക്കും. അതൊന്നും പറ്റില്ല. എക്സാംസ് അടുക്കാറായി, സിലബസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ ശരിയാക്കോല. സിലബസ് കവർ ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഇട്ടു. അമ്മായി മനസ്സിലോ അബ്ബായി ദൂരേസി കിത്ത് കിത്തലേ പെറ്റേസ്റ്റേ ഏമായി താദി మంచి బీట్ వస్తోంది, పిచ్చి పాట వస్తోంది. ఓయ్ ఓయ్ ഞാൻ പറയാ, ഇത് മലയാളം അല്ല. ആപ്പിൾ പെണ്ണാണോ അമ്പിളി പൊന്നാണോ അലകടലായി മുത്തേരി നടമാടേടി പിടമിട്ടിടാം ഞാനൊന്ന് പാടാമോടി. ഓമൽ പക്ഷിനി വെൺമണി ചിറകിലങ്ങി ഇനിയെന്നും ഇവനോട് താഴാമോടി. മഞ്ഞു മാസത്തേരിൽ ഒന്ന് ചുറ്റാൻ പാടി. ഹോയ് ഓയ് 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 വായേ വായേ എൻ രാജാത്തി കൂടു കൂട്ടാലോ അങ്ങ് ദൂരത്തായി. ആരോ ആരോ നീ രാജാവോ നിന്റാവെല്ലാം എന്നും എനിക്കല്ലേ. മാമ്പഴത്തിൽ നൽകുവാ നീ എന്നും എന്റെ പൊൻപൂവാ. ചോക്ലേറ്റ് പിള്ളേരെ നിങ്ങൾ എന്നെ നോക്കണ്ട. ഇവനെന്നും കൂടെയുണ്ടേ കൊട്ടാരത്തിൽ മിന്നും മിന്നാരത്തിൽ. എന്റെ അംബിഷൻ അതാണ് എനിക്ക് വലുത്. വെറുതെ പ്രേമിച്ചു കളയാനിപ്പോ സമയമില്ല. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോടി. On the floor baby, hit it hard baby, rock the party baby, പറ്റൂലെങ്കി പോടി. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്ത മണ്ണണ കാലത്തെ മിടുക്കി പിന്നെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നടവരമ്പത്ത് കണ്ടാലും പഠിക്കൽ അങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്കം പിടിക കത്തുന്നേ.
പടക്ക പീടിക ഇളകിക്കൂടെ എന്തൊക്കെ തിളയ്ക്കാം. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. തിരുവുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ നെല്ലിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വെൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വെൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ കീഴെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ നെല്ലിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ ഹോയ്, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ. ആർക്കോ ആർക്കോ நிலை பெயராது நிலை பெயராது சிலை போலவே நின்ற நிலை பெயராது சிலை போலவே நின்ற நேரமாவதறியாமலே மிக வினோதமான முரளிதர நேரமாவதறியாமலே மிக வினோதமான முரளிதர என்பன மலை பாயுதே கண்ணா அலை பாயுதே கண்ணா என் மனமிக அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா. பகல் போல் எரியுதே திக்கை நோக்கி என்னிரு பூர்வம் நெறியுதே கனிந்த உன் வேணுகானம் கண்கள் சொருகி ஒரு விதமாய் வருகிறதே கண்கள் சொருகி ஒரு விதமாய் வருகிறதே கதித்த மனத்தில் உறுத்தி பதத்தை எனக்கு அளித்து மகிழ்த்தவா ஒரு தனித்த வனத்தில் அனைத்து எனக்கு உணர்ச்சி கொடுத்து முகிழ்த்தவா கடல் அலையில்
Hey!